നമ്മൾ ആരോടെങ്കിലും നന്ദി പറയുന്നത് അല്ലെങ്കിൽ മാപ്പ് പറയുന്നത് മാറ്റി വെച്ചിട്ടുണ്ട്? സ്വാഭാവികമായും അല്ലേ, ഉണ്ട് എന്ന് തന്നെ ആയിരിക്കും ഉത്തരം. എന്തായിരിക്കും എൻ്റെ കാരണം? ഒരു കഥയുണ്ട് സാറേ. എന്ന് പറഞ്ഞാൽ കഥ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കഥയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ട്യൂഷന് വേണ്ടിയിട്ട് പോകാനായിട്ടൊരു മാത്സ് ട്യൂഷനുമായിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 8ാം ക്ലാസ്സിൽ പോയി അത്യാവശ്യം രണ്ടുപേരും ട്യൂഷന് പോകാൻ പുറകിലേക്കാണ്, മാത്സിന് പുറകിലേക്കാണ് ട്യൂഷന് പോയി. 8ാം ക്ലാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാസ്സായി. പാസ്സായിട്ട് ഒരു 9ലേക്ക് വരുന്ന സമയത്ത് ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് എന്താണ് ഇവരുടെ അധ്യാപകനായിട്ട് മറ്റേ ക്ലാസ്സിലെ പ്രധാന അധ്യാപകൻ്റെ മറ്റു കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടികളെ തോൽക്കാൻ വിടത്തില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മിഡ് ടേമിൻ്റെ മാർക്ക് വന്ന സമയത്ത് 2 ആൾക്ക് മാർക്ക് നല്ല രീതിക്ക് കുറവായിരുന്നു. ഒരാൾക്ക് 2ഉം ഒരാൾക്ക് 3 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇവരെ സാറ് നല്ല രീതിക്ക് അങ്ങ് പിടിച്ച് നല്ല കുട്ടികളുടെ മുമ്പ് വെച്ചാൽ നല്ല രീതിക്ക് അങ്ങ് കൈകാര്യം ചെയ്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 2-3 ദിവസം അവനിച്ച് അഭിമാനിയൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല, 3 ദിവസം ക്ലാസ്സിൽ വന്നില്ല. മറ്റേ കൂട്ടുകാരൻ അത്യാവശ്യം നമ്മുടെ കൊമേഡിയൻ ജഗദീഷിൻ്റെ ഒക്കെ കണ്ട് ക്യാരക്ടറൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ പിറ്റേ ദിവസം തന്നെ മാറി വന്ന് പൗഡറൊക്കെ ഇട്ട് ക്ലാസ്സിൽ വന്നു. പക്ഷേ പുള്ളിക്കാരനെ കാണാനില്ല. അപ്പോൾ സാറ് ചോദിച്ചു, കൂട്ടുകാരനോട് ചോദിച്ചു, എടാ അവനോട് പോയി. സാറേ അറിയത്തില്ല, 2 ദിവസമായിട്ട് കാണത്തില്ല. അപ്പം അങ്ങനെ സാറ് നേരെ പുള്ളിക്കാരൻ്റെ നമ്മുടെ നായകൻ്റെ അച്ഛനെ വിളിച്ചു. അല്ല ഇവിടെ ഇരിപ്പുണ്ട് സാറേ, പനിയൊക്കെ ആണെന്നാണ് പറയുന്നത്, നാളെ വിട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ വന്നു. സാറിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂത്ത് നോക്കുന്നില്ല, കൂട്ടുകാരൻ്റെ മൂത്ത് നോക്കുന്നില്ല, സാറിൻ്റെ മൂത്ത് നോക്കുന്നില്ല. അങ്ങനെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ സാർ എന്ത് ചെയ്തു, നീ എന്നെ നായകൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ ക്ലാസ് റൂമിൽ സ്റ്റാഫ് റൂമിൽ വന്ന് കണ്ടിട്ടേ പോകാവൂന്ന് പറഞ്ഞു. പുള്ളി ശരിയെന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് മനസ്സോടുകൂടി പോവുകയാണ് ക്ലാസ് റൂമിൽ, സ്റ്റാഫ് റൂമിൽ. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ നമ്മുടെ സാറ് നമ്മുടെ ഈ സാറ് ആക്ച്വലി ചാക്കോമാഷിൻ്റെ അപ്പനായിട്ടൊക്കെ വരും. വലിയ ചൂരലും ആയിക്കോട്ടെ, മാത്സ് എടുക്കില്ല. അപ്പോൾ മാത്സ് ഒക്കെ വലിയ ചൂരലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പുള്ളി അങ്ങോട്ട് കയറി ചെന്ന സമയത്ത് ഈ ചൂരലൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എടുത്തിട്ട് നീ വന്നോ എന്ന് പറഞ്ഞ് ചൂരലെടുത്ത് പുറത്തേക്ക് മാറ്റി വെച്ചു. നായകനാണെങ്കിൽ 9ാം ക്ലാസ്സിലെ ഇതില്ല, ഇവൻ്റെ ടോട്ടലായിട്ടുള്ള മൊത്തത്തിൽ അങ്ങ് പോയി, ഇവനങ്ങ് കരയാനങ്ങ് തുടങ്ങി. സാറേ പറ്റിപ്പോയി സാറേ, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ എടാ നീ പറഞ്ഞു കണ്ണാടി കുരിച്ചിടങ്ങി വാർന്ന് വിളിച്ചിങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എടാ മാത്സ് പാടാണ്, ശരിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് ഒരു സാധനമുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ പേപ്പറിൽ എഴുതി കാണിച്ചു. ഇതാണ് ഇതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. ഇതിൽ നിന്നാണ് നമ്മൾ കെട്ടി മുകളിലേക്ക് പോകുന്നത്. അത് നീ ഒന്ന് മനസ്സിലാക്കിയാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിനും അറിയാം അങ്ങനല്ല, അതിൻ്റെ ബെറ്ററായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. പക്ഷേ ഇവനെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇതാണെന്ന് പറഞ്ഞു. മോട്ടിവേറ്റ് ചെയ്തു. ജസ്റ്റ് മോട്ടിവേഷനാണ്. അപ്പോൾ ഇവൻ കണ്ണൊക്കെ തുടച്ച് റെഡിയായി. വീണ്ടും സാർ അവനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ 10ാം ക്ലാസ്സിൽ സാറിൻ്റെ ട്യൂഷൻ ക്ലാസ് തന്നെ പോയി. അത്യാവശ്യം 3 A+ വാങ്ങിക്കണം 10ാം ക്ലാസ്സിൽ നായകൻ പാസ്സാവും. അതിൽ 2 എണ്ണം ഈ മാത്സ് ഫസ്റ്റും സെക്കൻഡും ആണ്. അടിപൊളി. അപ്പോൾ പുള്ളിക്കാരൻ അറിയൊരു ഈ മാത്സ് പ്രാടായിരുന്നതിൻ്റെ കുട്ടിക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലാണ് പുള്ളി കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ ആ രീതിയിലേക്ക് കൊടുത്തൊരു കോൺഫിഡൻസ്, ആ ചേർത്ത് നിർത്തലും ഒക്കെയാണ് പുള്ളിക്ക് പിന്നെ കൂടുതലായിട്ട് ഇതേണ്ടത് പറ്റിയത്. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. കഥ കഴിഞ്ഞിട്ട് ഈ നായകൻ്റെ ഇടയ്ക്കൊരു അബദ്ധം വരും. നമ്മുടെ നായകൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ ഈ ഫീസ് അടയ്ക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ കോളേജിൻ്റെ ട്യൂഷൻ്റെ ഫീസൊന്നും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് വന്നിട്ട് സാറിനെ പോയി കണ്ടിട്ട് ഇവനൊന്നും ഈ കാര്യം പറഞ്ഞില്ല, പാസ്സായെന്നുള്ള കാര്യം പറഞ്ഞില്ല. അങ്ങനെ ഇത് നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞു, പുള്ളിക്കാരൻ PG കഴിഞ്ഞു, പിന്നെന്തുവാണ് ജോലിയൊക്കെ കഴിഞ്ഞു. എന്നിട്ടും എന്തില്ല, ഈ സാറിനെ കാണാനായിട്ട് പോയില്ല. നായകനല്ലേ, ഈ അഭിമാനം വിട്ട് നമുക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ. ഇടയ്ക്ക് ഒരു ദിവസം നായകൻ വീടൊക്കെ വെച്ച് ഇതായിട്ടൊക്കെ സെറ്റിലായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് രാവിലെ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ട സമയത്ത്, ചായ കുടിച്ചുകൊണ്ട സമയത്ത് ഒരു പേജിൽ ഒരു കോളം, 2 കോളം വാർത്ത കണ്ടു. ഇന്ന സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ട് വിരമിച്ച ഇന്ന വ്യക്തി ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പെട്ടെന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ ചായക്കപ്പൊക്കെ താഴെ വീണു. ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു. നോക്കിയപ്പോൾ നമ്മുടെ ഈ മാത്സ് സാറാണ്. അപ്പോൾ പുള്ളി ആകെ കൂടി അങ്ങ് വല്ലാണ്ടൊരവസ്ഥയിലായി. സാറിൻ്റെ ഫ്യൂണറൽ ഫംഗ്ഷന് പോയി. സാർ പഠിപ്പിച്ച എല്ലാ കുട്ടികളും അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവനകത്ത് പോയിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല. ഒരു ഉച്ചയോടുകൂടി ഫ്യൂണറലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ പള്ളിയുടെ വാതിലകത്തേക്ക് കയറാൻ പറ്റാതെ ഇവൻ എന്ത് ചെയ്യണം, അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സാറിനെ സംസ്കരിച്ച് ഈ ഫ്യൂണറൽ നടന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് ഇപ്പം മുട്ടുകുത്തിന്ന് കരയുക. സാറേ ഒരു സോറി ആയിരുന്നു, അല്ലെങ്കിൽ സോറി ഒരു താങ്ക്സ് ആയിരുന്നു, എനിക്ക് പറയാൻ പറ്റിയില്ല, സോറി സാറേ എന്ന്. പക്ഷേ ആ കേൾക്കുന്ന അവസ്ഥയിലുണ്ടായിരുന്നില്ല, സാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മാറ്റി വയ്ക്കുന്ന ചെറിയൊരു നന്ദിയാണ്. അന്ന് പറഞ്ഞാൽ സാറേ ട്യൂഷൻ ഫീസ് ഇല്ല, അടയ്ക്കാൻ പറ്റില്ല, പക്ഷേ ഞാനിത് പാസ്സായെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഇയാളുടെ ഈഗോ കൊണ്ട് അങ്ങ് മാറ്റി വെച്ച് വലുതാക്കി ഇനി ജീവിതാവസാനം മുഴുവനും എന്ത് ചെയ്യുന്നത്, അയാളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന, വേട്ടയാടപ്പെടുന്ന തരത്തിലേക്കുള്ള ഇത് നീറ്റിലേക്ക് കൊണ്ട് തള്ളിയിട്ടു. ആരാണ് ഇതിൽ കുറ്റക്കാരൻ? നമ്മളിങ്ങനെയാണ് വസന്തി, ഒരുപാട് മനുഷ്യരോട് നമ്മൾ പറയേണ്ട സമയത്ത് നന്ദി പറയാനോ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനോ, അല്ലേ, സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് പറയാൻ പലപ്പോഴും നമ്മുടെ ഈഗോ നമ്മൾ അനുവദിക്കാറില്ല. അല്ലെങ്കിൽ നന്ദി പറയേണ്ട സമയത്ത്, അല്ലേ, താങ്ക് യു, ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കിയിട്ട്
താങ്ക്സ് എന്നല്ല, താങ്ക് യു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മഹത്വം ഉണ്ടല്ലോ. പലപ്പോഴും നമുക്കതങ്ങനെ എന്തുകൊണ്ടോ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. പക്ഷേ മടിക്കരുതെന്നാണ് അല്ലേ. ഒരു കാരണവശാലും ഇത് രണ്ടും, നന്ദിയായാലും ക്ഷമ ചോദിക്കാനുള്ള സമയങ്ങൾ അത് ഒരിക്കലും മാറ്റിവെക്കാനും എന്ത് ചെയ്യില്ല, പിന്നൊരവസ്ഥ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഉണ്ടാവണമെന്നില്ല.